ഒമാനിൽ ഡിജിറ്റൽ പേയ്മെന്റുകൾക്ക് വൻ പ്രോത്സാഹനം നൽകുന്ന നിർണായക തീരുമാനവുമായി സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ. വ്യക്തികൾക്കും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും രാജ്യത്തിനകത്തെ ഡിജിറ്റൽ പണമിടപാടുകൾക്ക് ഈടാക്കുന്ന ഫീസ് പൂർണ്ണമായും ഒഴിവാക്കാൻ സെൻട്രൽ ബാങ്ക് തീരുമാനിച്ചു. പുതിയ പരിഷ്കാരങ്ങൾ 2026 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി രാജ്യത്തെ ഡിജിറ്റൽ പരിവർത്തനം വേഗത്തിലാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ മാറ്റങ്ങൾ. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് സിസ്റ്റം, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റം, ഇൻസ്റ്റന്റ് പേയ്മെന്റ് സിസ്റ്റം എന്നിവ വഴി വ്യക്തികളും SMEകളും നടത്തുന്ന ആഭ്യന്തര ഡിജിറ്റൽ പണമിടപാടുകൾ ഇനി മുതൽ സൗജന്യമായിരിക്കും. മൊബൈൽ നമ്പർ ഉപയോഗിച്ചോ മറ്റു ഡിജിറ്റൽ ഐഡന്റിഫയറുകൾ ഉപയോഗിച്ചോ നടത്തുന്ന തൽക്ഷണ പണമിടപാടുകൾക്കും ഇനി ഫീസ് ഈടാക്കില്ല. സ്വകാര്യ മേഖലയിലെ കമ്പനികളുടെ ശമ്പള വിതരണവുമായി ബന്ധപ്പെട്ട ഫീസിലും വലിയ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേതന സംരക്ഷണ സംവിധാനത്തിനു കീഴിൽ ശമ്പള ഫയലുകൾ പ്രോസസ് ചെയ്യുന്നതിനായി ബാങ്കുകൾക്കിനി പരമാവധി 1 റിയാൽ മാത്രമായിരിക്കും ഈടാക്കുക. അതേസമയം QR കോഡ് പേയ്മെന്റുകൾക്കുള്ള മർച്ചന്റ് സർവീസ് ചാർജ് 0.75% നിന്ന് 0.50% കുറച്ചു. ഒരു ഇടപാടിന് പരമാവധി 2 റിയാൽ മാത്രമായിരിക്കും ഈടാക്കുക. ഡിജിറ്റൽ പേയ്മെന്റുകളെ കൂടുതൽ ജനകീയമാക്കാനും പണമിടപാടുകൾ ചെലവ് കുറഞ്ഞതുമാക്കാനുമുള്ള സുപ്രധാന നീക്കമാണിതെന്ന് സെൻട്രൽ ബാങ്ക് ഗവർണർ മുഹമ്മദ് അൽ മുസൽമി വ്യക്തമാക്കി. റിപ്പോർട്ടർ, മസ്കറ്റ്.